ഹരേ കൃഷ്ണ. ഭാഗവത കഥകൾ തുടരുന്നു. ഒരു ദിവസം കന്നുകുട്ടികളെ നോക്കാനുള്ള ചുമതല ബലരാമനും കൃഷ്ണനുമായിരുന്നു. അങ്ങനെ ഇടയ ബാലന്മാരോടൊപ്പം കൃഷ്ണനും ബലരാമനും മേച്ചിൽ സ്ഥലത്തു പോവുകയും കാലികളെ മേയ്ക്കാൻ വിട്ടതിനു ശേഷം ബാലന്മാരായ കൃഷ്ണനും ബലരാമനും കൂട്ടുകാരുമൊത്ത് പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെട്ടു. അവർ പശുക്കളുടെയും കാളകളുടെയും ശബ്ദമനുകരിച്ച് പശുക്കളും കാളകളുമായി നടിച്ചുള്ള ഒരു കളിയിലായിരുന്നു. അങ്ങനെ യമുനാ തീരത്തിൽ അവർ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് വത്സാസുരൻ എന്നു പേരുള്ള ഒരസുരൻ പശുക്കുട്ടിയുടെ രൂപം ധരിച്ച് അവരെ കൊല്ലാനായി അവിടേക്കെത്തി. പശുക്കുട്ടിയുടെ രൂപമായതിനാൽ അസുരന് മറ്റു പശുക്കളുമായി കൂടിച്ചേരാൻ പറ്റുമല്ലോ. എന്നാൽ കൃഷ്ണൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കുട്ടികളും കളിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കൃഷ്ണൻ ജ്യേഷ്ഠനായ ബലരാമനെ അസുരൻ്റെ ആഗമനം അറിയിച്ചു. എന്നിട്ട് കൃഷ്ണൻ അവൻ്റെ പിന്നിൽ കൂടി പതുങ്ങി വന്ന് അവൻ്റെ പിൻകാലുകളും വാലും കൂട്ടിപ്പിടിച്ച് ശക്തിയായി കറക്കി അടുത്ത് നിന്ന ഒരു കൂറ്റൻ മരത്തിൻ്റെ ചില്ലയിലേക്ക് വലിച്ചെറിഞ്ഞു. അസുരൻ ജീവൻ നഷ്ടപ്പെട്ട് മരമുകളിൽ നിന്നും തറയിൽ വീണു ചത്തു. ഇത് കണ്ടു നിന്ന ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. ഇതു കണ്ട് അത്ഭുതപ്പെട്ട ഇടയബാലന്മാരോട് അസുരൻ മരച്ചില്ലയിൽ തട്ടിയപ്പോൾ പൂക്കൾ താഴേക്ക് വീണതാണെന്ന് കൃഷ്ണൻ പറഞ്ഞു. മറ്റൊരു ദിവസം പശുക്കുട്ടികളെ വെള്ളം കുടിപ്പിക്കാൻ ഗോപന്മാർ എന്നും യമുനാ തീരത്ത് പോകാറുണ്ട്. പശുക്കുട്ടികൾ യമുനയിൽ നിന്നും വെള്ളം കുടിച്ചു കഴിയുമ്പോൾ കുട്ടികളും കുടിക്കും. ഒരിക്കൽ വെള്ളം കുടിച്ച ശേഷം യമുനാ തീരത്തിരിക്കുമ്പോൾ ഒരു ഭീമാകാരനായ കൊറ്റിയെ കണ്ട് അവർ അമ്പരന്നു. അസാധാരണമായ ഈ ജീവിയെ കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. അവർ ഓടിച്ചെന്ന് കൃഷ്ണനെ വിവരമറിയിച്ചു. കംസന്റെ ചങ്ങാതിയായ ബകാസുരൻ എന്ന അസുരനാണ് കൊറ്റിയെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അവൻ്റെ മുൻപിലേക്ക് ചെന്നു നിന്നു. ബകാസുരൻ തൻ്റെ കൂർത്ത കൊക്കുകൾ കൊണ്ട് കൃഷ്ണനെ നിമിഷത്തിനുള്ളിൽ വായിലാക്കി. കൊറ്റി കൃഷ്ണനെ വിഴുങ്ങുന്നത് കണ്ട് കുട്ടികളെല്ലാം പേടിച്ചുപോയി. എന്നാൽ ബകാസുരൻ കൃഷ്ണനെ വിഴുങ്ങിയപ്പോൾ കൃഷ്ണൻ്റെ ജ്വലിക്കുന്ന ദീപ്തി കാരണം അവന് തൊണ്ടയിൽ തീ കത്തിയെരിയുന്നത് പോലെ അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവൻ കൃഷ്ണനെ കൊക്കിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് തൻ്റെ കൂർത്ത കൊക്കുകൾ കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു. നന്ദമഹാരാജാവിൻ്റെ പുത്രനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ നാരായണനാണെന്ന് ബകാസുരനുണ്ടോ അറിയുന്നു. യശോദാപുത്രൻ ഈ ഭീമാകാരനായ കൊക്കിൻ്റെ കൊക്കുകളിൽ കടന്നു പിടിച്ച് തൻ്റെ കൂട്ടുകാരായ ഗോപന്മാരുടെ കൺമുൻപിൽ വച്ച് ഒരു ബാലൻ പുൽക്കൊടി പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ കൊക്കുകൾ രണ്ടായി കീറിയെറിഞ്ഞു. അതോടെ ബകാസുരൻ്റെ കഥ കഴിഞ്ഞു. ഇതെല്ലാം കണ്ട് ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അസുരൻ്റെ കഥ കഴിച്ച കൃഷ്ണനെ കണ്ട ബാലന്മാരെല്ലാം കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിയെത്തി കൃഷ്ണനെ എടുത്തുയർത്തിക്കൊണ്ട് അവർ വീടുകളിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയതോടെ അവർ നന്ദപുത്രൻ്റെ അത്ഭുത കർമ്മങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. കഥകളൊക്കെ കുട്ടികളിൽ നിന്നറിഞ്ഞ ഗോപികമാർക്കും ഗോപന്മാർക്കും അത്യന്തം സന്തോഷമായി. കൃഷ്ണൻ മരണത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടതറിഞ്ഞ് അവരെല്ലാം നന്ദഗേഹത്തിൽ ഒത്തുകൂടി. ഹരേ കൃഷ്ണ. രാധേ രാധേ.